അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒത്താശയോടുകൂടി മൊസാദിൻ്റെ പ്രവർത്തനം വളരെ വിപുലമാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവസാനം ഇറാൻ ഭരണകൂടം അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. എന്ന് പറയുമ്പം ഖത്തറിൻ്റെ മറ്റ് പ്രദേശങ്ങൾ, അവരുടെ ഗ്യാസ് സംവിധാനങ്ങളും LPG സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലും ഇറാൻ്റെതായിട്ട് പറയപ്പെടുന്ന ആക്രമണങ്ങൾ അയച്ചുവിട്ടത് മൊസാദിൻ്റെ ആളുകളാണെന്നാണ് അബ്ബാസ് അരാജ്കി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സത്യമുണ്ട് എന്നുള്ളത് ഇന്ന് അറിയുകയും ചെയ്തു. രണ്ടാളുകളെ മൊസാദിൻ്റെ ആളുകളെ പിടിച്ചു. അത് അവരുടേതായിട്ടുള്ള തന്ത്രം എന്ന് പറയുന്നത് സൗദിയെ ആക്രമിക്കുക, അഡ്രസ്സ് പോകുന്നതോ ആർക്കാണ് അതിൻ്റെ ഇറാനാണ് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ ഖത്തറിനെയും ആക്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ചാരന്മാരെ പിടിക്കപ്പെട്ടത്. അവരുടെ ഫോട്ടോ വന്നതായിട്ട് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, ഞാനത് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് മറ്റ് വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥാപിതമായിട്ടൊരു പ്രഖ്യാപനം അബ്ബാസ് അരാജ്കി നടത്തിയിരുന്നു 2-3 ദിവസം മുമ്പ്. ഇവിടെയുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ താൽക്കാലികമായിട്ടൊരു സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. അതല്ലാതെ ഞങ്ങളല്ല നിങ്ങളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ GCC കൺട്രിയെ ഞങ്ങളല്ല അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കുറഞ്ഞ ആളുകളൊക്കെ മറ്റ് വിധ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്, തോന്നിയ മാതിരി ഡ്രോൺ പറത്തുന്നത് എന്ന് പറയുന്ന ആ ഒരു രംഗം നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട് അബ്ബാസ് അരാജ്കിയുടെ. പക്ഷേ നമ്മളന്ന് കരുതിയത് അത് യുദ്ധത്തിൻ്റെ തന്ത്രമായിട്ടാണെന്നാണ്. പക്ഷേ അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് അത് സത്യമായി പുലരുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ മൊസാദിൻ്റെ ആളുകൾ ഈ ഇടപാടുകളിലുണ്ട്, അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റ് നടത്തുന്നവരിലുണ്ട് എന്നും അവരാണ് ഈ GCCയെ വളരെ കൂടുതൽ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതെന്നായിരുന്നു. അത് വാസ്തവമായി കഴിഞ്ഞു. 2 പേരെ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. ഇനി അവരുടെ അവസ്ഥ എന്തായാലും അവിടെ അവസാനമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു അവസ്ഥയിൽ ഈ ജൂതന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ പരാക്രമം എന്ന് പറയുന്നത് കിട്ടിയ ചാൻസിൽ മുസ്ലിങ്ങൾക്ക് നേരെ അങ്ങേയറ്റത്തെ ആക്രമണം അയച്ചുവിടുക. അതങ്ങനെ അയച്ചുവിട്ടാൽ ആർക്കാണ് അതിൻ്റെ ഒരു പേരുദോഷം വരെ? ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒരു ചെലവിൽ മൊസാദിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുക എന്നൊരു തന്ത്രമായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. കുറച്ചൊക്കെ വിജയിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ അവർ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും മുന്നിട്ടിറങ്ങുകയും അവസാനം അവരുടെ കരങ്ങളിലേക്ക് GCC ഒന്നാകെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന ഒരു കുരുട്ട് ബുദ്ധിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മളെ കണ്ടത്. എന്താണെങ്കിലും അത് വിജയകരമായി പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ വളരെ ആശ്വാസകരമാണ്. ഇനി അവർക്ക് തൂക്കുകയറോ മറ്റോ എന്തോ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ഈ മൊസാദിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പൈശാചികതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം സ്വന്തം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ആക്രമണം നടത്തുക ഇറാൻ്റെ ചെലവിൽ, എന്നിട്ട് മൊസാദല്ല എന്നുള്ള രൂപത്തിൽ അഭിനയിക്കുകയും എന്നിട്ട് ഈ GCCയെ ആക്രമിച്ചു എന്ന പേരിൽ കാലാൽപ്പടയെ ഞങ്ങൾ ഇറാനിലേക്ക് അയക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു തന്ത്രം, യുദ്ധതന്ത്രമാണെന്ന് പറയാൻ പറ്റുമെങ്കിലും ഇതാണ് മൊസാദിൻ്റെ തനി നിറമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചെലവാക്കിയ $1 ബില്യൺ GCCക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അമേരിക്കയുടെയും അറിവോടുകൂടിയായിരിക്കും. എന്നാൽ അമേരിക്കയാണ് ഇവരുടെയൊക്കെ എല്ലാ അട്ടിപ്പേർ അവകാശവും ഏറ്റെടുത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതൊന്നും ഒരു വഞ്ചനയുടെ ഭാഗമാണെന്ന് തിരിയാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. ഇറാൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവരൊക്കെ $1 ബില്യൺ അടിച്ചു മാറ്റി പോയിരുന്നത്. പക്ഷേ ഇറാൻ അത് അനുസ്യൂതം അവരുടെ അറ്റാക്ക് നടത്തുകയും അമേരിക്ക നോക്കുകുത്തിയായി നിൽക്കുകയും ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെയൊക്കെ വഞ്ചനയുടെ ഏറ്റവും നല്ല പാഠങ്ങൾ GCCക്ക് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.